സാരി അതുപോലെ എനിക്ക് മേടിച്ച് തരാൻ എൻ്റെ അച്ചായിക്ക് വലിയ ഉത്സാഹവുമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു കളർ ഷെയ്ഡുള്ള ഒരു സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ ഷെയ്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ സാരികളൊക്കെ നേരത്തെ കൂട്ടി പിടിച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല പ്ലീറ്റ്സ് ഒന്നും പിടിക്കാനായിട്ട്. അങ്ങനെ എനിക്ക് പിന്നെ സ്വയം കുത്താനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അമ്മ കുത്തിത്തരും. അങ്ങനെ അമ്മയ്ക്കുള്ള സാരി എപ്പോഴും പറയുന്ന പോലെ ഞാൻ തന്നെ ഉടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയൊക്കെ ഒരുങ്ങി റെഡിയായി. ഞങ്ങൾ വെളിയിൽ നിന്നൊരു സെൽഫി എടുക്കുന്ന ഇതായിരുന്നു, പക്ഷെ അത് വീഡിയോ ആയി പോയതാണേ. അങ്ങനെ അച്ചായി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഏതാണ്ട് ഇതുപോലെ ഇതെൻ്റെ മിന്നിക്കുട്ടിയാണ് ഓറഞ്ച് കേട്ടോ. പിന്നെ ഞങ്ങൾ കൊല്ലം ബീച്ചിൽ പോയപ്പം മേടിച്ചാണ് ആ പാവക്കുട്ടി, ആ തലാണ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് വീട്ടിലായാലും വാഹനത്തിലായാലും എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഏകദേശം 4 മണി 4:15 ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാനുള്ള പുറപ്പാട് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി പൂജിക്കുന്ന എൻ്റെ ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു വാഹനം എടുക്കുമ്പോൾ എൻ്റെ ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ കൊണ്ടുപോയി അത് പൂജിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വീടെല്ലാം പൂട്ടി ഇറങ്ങി കേട്ടോ. നമ്മളെവിടെ പോലും പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടേ പോകത്തുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വണ്ടി ബ്ലാക്കാണ്. ബ്ലാക്ക് കാറിനകത്ത് ഒരു വെള്ള കാർ എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് അച്ചായിക്കാണെങ്കിൽ പിന്നെ വണ്ടി കയറി അപ്പോഴേ പാട്ടിടണം കേട്ടോ. പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വൈബ് പിടിച്ച് പോകുന്നതാണ് അച്ചായിക്ക് വലിയ ഇഷ്ടമേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നല്ല ബൈപ്പാസിൻ്റെയൊക്കെ നല്ല റോഡ് പണിയൊക്കെ നല്ല സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ് ഞങ്ങൾ പാരിപ്പള്ളി ചാത്തന്നൂരൊന്നും കഴിഞ്ഞത് അറിഞ്ഞതുപോലും ഇല്ല കേട്ടോ. നമുക്ക് നല്ല ഹൈവേ നല്ല പണി ഇങ്ങനെ ഇട്ടേക്കുമല്ലേ, അപ്പം നമുക്കിങ്ങനെ നല്ല സ്പീഡ് കയറി ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, കഴക്കൂട്ടം അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മാത്രം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരമൊക്കെ അടുക്കാറായപ്പോഴത്തേക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഈ വൈകുന്നേരമാണല്ലോ നമ്മൾ ഇറങ്ങിയത്. വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിയും കഴിഞ്ഞ് വരുന്ന സമയവും ഒക്കെയാണ്. അപ്പം നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് ബുധനാഴ്ചയാണ്, ഞങ്ങൾ ഇന്നലെ വണ്ടി പൂജിക്കാൻ ആറ്റുകാലിലേക്ക് പോയത്. ഇന്നലെ ചൊവ്വാഴ്ച 31-ാം തീയതിയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാ ദിവസവും നമ്മുടെ ലോങ് വീഡിയോ ഇടുന്നത് ചൊവ്വാഴ്ച രാത്രി 8:30 കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 10-11 മണിയൊക്കെ ആയി. അതിന് നമുക്ക് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബുധനാഴ്ച പകൽ 1 മണിക്ക് ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പം ഏകദേശം 1 മണിയൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ലുലു മാളിലേക്ക് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. എങ്ങനെ കയറാനാ, നമ്മൾ തിരിച്ചു വന്നപ്പോൾ 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ആറ്റുകാൽ അമ്മയുടെ മണ്ണിലെത്തി. ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്കും അച്ചായിക്കും അറിയത്തില്ലായിരുന്നു നമുക്ക് വാഹന പൂജയല്ലേ, അപ്പോൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, ഇനി അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടിടണോ, എങ്ങനെ കൊണ്ടിടണം, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ട് ഇങ്ങോട്ടൊന്ന് കയറ്റി പാർക്ക് ചെയ്തായിരുന്നേ. അപ്പോഴത്തേക്ക് അവിടെ